ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ നമ്മളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പ്രശസ്ത ഇംഗ്ലീഷ് സാഹിത്യകാരനായ T.S. എലിയറ്റ്, നമ്മൾക്കെല്ലാം കേട്ടുള്ള പരിചയമുള്ള പേരായിരിക്കും. അദ്ദേഹം എഴുതിയ ഒരു ഡ്രാമയുണ്ട്, അതിൽ മർഡർ ഇൻ ദ കത്തീഡ്രൽ. ഈ നാടകത്തിൽ യേശുവിനുണ്ടായ പ്രലോഭനങ്ങളെ അനുസ്മരിപ്പിക്കുന്ന ഒരു രംഗമുണ്ട്. ആർച്ച് ബിഷപ്പ് തോമസ് ബക്കറ്റ് ശത്രുക്കളാൽ ചെയ്യപ്പെടും മുമ്പ് അദ്ദേഹത്തിനുണ്ടാകുന്ന മാനസിക സംഘർഷങ്ങൾ പ്രലോഭനങ്ങളുടെ രൂപത്തിൽ അവതരിപ്പിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. രാജാവിനോട് വീണ്ടും സൗഹൃദത്തിലാകാനും വിട്ടുവീഴ്ചകൾ തയ്യാറായി ജീവൻ രക്ഷിക്കാനുമായാണ് ആദ്യമെത്തുന്ന പ്രലോഭകൻ. പ്രേരിപ്പിക്കുന്നത് ഇംഗ്ലണ്ടിൻ്റെ ചാൻസലർ സ്ഥാനം ഏറ്റെടുക്കാനും ഭൗതികമായ അധികാരങ്ങളും സൗകര്യങ്ങളും കരസ്ഥമാക്കാനുമാണ് രണ്ടാമത്തെ പ്രലോഭനം. രാജാവിൻ്റെ ശത്രുക്കളായ ചില പ്രഭുക്കന്മാർക്ക് പിന്തുണ കൊടുത്ത് അദ്ദേഹത്തെ കൊന്ന് സ്വജീവൻ രക്ഷിക്കാനാണ് മൂന്നാമത്തെ പ്രലോഭകൻ പ്രേരിപ്പിക്കുന്നത്. തിന്മയോട് പൊരുത്തപ്പെടാതെ ഈ മൂന്ന് പ്രലോഭനങ്ങളെയും ജയിച്ച് രക്തസാക്ഷിത്വം വരിക്കാൻ തയ്യാറെടുക്കുന്ന വേളയിലാണ് അപ്രതീക്ഷിതമായി നാലാമത്തെ പ്രലോഭകൻ രംഗത്ത് വരുന്നത്. ആകാനെടുത്ത തീരുമാനത്തെ അനുമോദിച്ചുകൊണ്ട് അതുകൊണ്ടുണ്ടാകുന്ന ഗുണങ്ങൾ അയാൾ വിവരിക്കുന്നു. വീരപരിവേഷം നിനക്ക് കിട്ടും, തലമുറകൾ അനുസ്മരിക്കുന്ന നാമമായി നീ മാറും, വിശുദ്ധ പദവി ലഭിക്കും, കബറിടത്തിൽ ആളുകൾ സന്ദർശനത്തിനെത്തും, കപ്പേളകൾ നിനക്ക് നിർമ്മിക്കപ്പെടും, പ്രതിമകൾ സ്ഥാപിക്കപ്പെടുകയും ചെയ്യും നിനക്ക് വേണ്ടിയിട്ട് എന്നിങ്ങനെ മരണം കൈവിരിച്ചാലിടയാണ്ടാവുന്ന നേട്ടങ്ങൾ ഒന്നൊന്നായി എടുത്തു പറഞ്ഞ് ജീവിതത്തിൽ ലഭിക്കാവുന്ന വലിയ സൗഭാഗ്യം നഷ്ടപ്പെടുത്തരുതെന്ന് പ്രലോഭകൻ അഭ്യർത്ഥിക്കുന്നു. അയാളെ ഏറ്റവും വലിയ ഗുണകാംക്ഷിയായിട്ട്, അല്ലെങ്കിൽ എൻ്റെ ഒരു വലിയ തൻ്റേതായ ഒരു വലിയ വെൽവിഷറായിട്ട് കരുതി നന്ദി പറയാൻ ഒരുങ്ങുമ്പോൾ ഒരു ഉൾപ്പെരണയിൽ തോമസ് ബക്കറ്റിന് ഒരു കാര്യം തിരിച്ചറിയുന്നു. ഏറ്റവും ശക്തമായ പ്രലോഭനത്തിലാണ് താനിപ്പോൾ ഉൾപ്പെട്ടിരിക്കുന്നത് എന്നുള്ള സത്യം. സുഹൃത്ത് നടിച്ചു വന്ന പ്രലോഭകനെ ദൂരെ അകറ്റുന്ന അദ്ദേഹം അതേപ്പറ്റി പിന്നീട് പറയുന്നത് ഇങ്ങനെയാണ്, ഇംഗ്ലീഷിൽ തന്നെ: The fourth temptation is the greatest reason to do the right thing for the wrong reason. എന്ന് പറഞ്ഞാൽ നാലാമത്തെ പ്രലോഭനമാണ് ഏറ്റവും വലിയ ചതി. തെറ്റായ ലക്ഷ്യത്തോടെ ശരിയായ ഒരു കാര്യം ചെയ്യാനുള്ള പ്രേരണയായിരുന്നു അത്. സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിലെ ഉദ്ദേശശുദ്ധിയുമായി ബന്ധപ്പെട്ടാണ് നാലാമത്തെ പ്രലോഭനം. താൻ നന്മ ചെയ്യുന്നു എന്ന് പ്രലോഭനത്തിന് വിധേയനാവുന്ന ആൾ കരുതുന്നു, എന്നാൽ എന്തിനു വേണ്ടി അത് ചെയ്യുന്നു എന്നതിലാണ് പിഴവ് സംഭവിക്കുന്നത്. തിരിച്ചറിയാൻ ഏറ്റവും ക്ലേശകരമായ പ്രലോഭനമാണിത്. ചെയ്യുന്ന കർമ്മത്തിലടങ്ങിയിരിക്കുന്ന നന്മ ഉദ്ദേശശുദ്ധിയില്ലായ്മ ചോർത്തിക്കളയുന്നു. എന്നാൽ അതേപ്പറ്റി പ്രലോഭനത്തിന് ഇരയാവുന്നയാൾ അറിയുന്നതേ ഉണ്ടാവില്ല. അന്ത്യവിധിയിൽ ഇടതുഭാഗത്ത് നിർത്തപ്പെട്ടവർക്ക് പിന്നീട് സംഭവിച്ചതിനെക്കുറിച്ചൊരു കഥയുണ്ട്. കരുണാമനായ ദൈവത്തോട് താണു വീണ് അപേക്ഷിച്ച് ഭൂമിയിൽ ജീവിക്കാൻ ഒരവസരം കൂടി അവരിൽ ചിലർ നേടിയെടുക്കുന്നതായിട്ടൊരു കഥ. ഇത്തവണ പലർക്കും ആഹാരം നൽകുകയും വസ്ത്രം നൽകുകയും പാർപ്പിടം നിർമ്മിച്ച് നൽകുകയും രോഗി സന്ദർശനം, ജയിൽ സന്ദർശനം നടത്തുകയൊക്കെ ചെയ്താണ് അവർ തിരികെ എത്തുന്നത്. എന്നാൽ വിധിയാളൻ അവരെ ഇടതുവശത്തേക്ക് തന്നെ മാറ്റി നിർത്തുന്നു. അവർ ചെയ്തതായി അവകാശപ്പെടുന്ന സൽകൃത്യങ്ങളെല്ലാം ആർക്ക് വേണ്ടി ചെയ്തോ അവരുടെ നന്മയിലുപരി തങ്ങൾക്ക് വലത്ത് ഭാഗത്ത് എത്തണമെന്ന ഉദ്ദേശം മുൻനിർത്തി മാത്രം ചെയ്തതാണെന്ന് കാരണമായി അവിടുന്ന് പറയുന്നത്. ദൈവം പോലും കാണുന്നില്ല എന്ന് കരുതി ചെയ്യുന്ന സുഹൃതങ്ങളത്രേ കറ തീർന്ന പുണ്യമായി പരിഗണിക്കപ്പെടുക. അല്ലാത്തവയൊക്കെ എന്തെങ്കിലും സ്വാർത്ഥ ലക്ഷ്യങ്ങൾ അതിൻ്റെ പുറകിലുണ്ടായിരിക്കും.
നന്മ ചെയ്തു എന്ന് കരുതി നാം അഭിമാനിക്കുന്ന പല കാര്യങ്ങളും ഇത്തരത്തിൽ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ നാലാമത്തെ പ്രലോഭനത്തിൻ്റെ സ്വാധീന വലയത്തിൽപ്പെട്ടതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആത്മീയ അനുഷ്ഠാനങ്ങളായി തിരഞ്ഞെടുത്ത് പോരുന്ന പലതും ദൈവസ്നേഹത്തിൽ ഉപരിയായി മറ്റു ചില കാരണങ്ങളാണെങ്കിൽ അതിൽ മറിഞ്ഞിരിക്കുന്നതും ഈ പ്രലോഭനം തന്നെയാണ്. നോമ്പും ഉപവാസം എടുക്കുന്നത് പോലും ഒരുപക്ഷെ പ്രലോഭനത്തിൻ്റെ പിടിയിൽ ആത്മീയ ജീവിതത്തിൽ ഫലശൂന്യമായി തീർന്നേക്കാം. ആരോഗ്യ പരിപാലനത്തിന് വേണ്ടിയോ തനിക്ക് ഇത് സാധിക്കുമെന്ന് സ്വയം മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനോ ആരുടെയെങ്കിലും നിർബന്ധത്തിന് വഴങ്ങിയോ ആത്മീയ വ്യക്തിയാണെന്ന് തെളിയിക്കാനോ ഒക്കെയാണെങ്കിൽ ദൈവസ്നേഹം, ആത്മീയ വളർച്ച തുടങ്ങിയ പരമായ ലക്ഷ്യങ്ങൾ വിസ്മരിക്കപ്പെടുകയും ഇത്തരം താൽക്കാലിക ലക്ഷ്യങ്ങളിലേക്ക് നോമ്പ് ഉപവാസവും ചുരുങ്ങുകയും ചെയ്തേക്കാം. ദാനധർമ്മങ്ങൾ ചെയ്യുമ്പോഴും പരിഹാരകർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോഴും നാലാമത്തെ പ്രലോഭകൻ്റെ പ്രേരണയാലല്ലെന്ന് ഉറപ്പ് വരുത്തുന്നത് ഉചിതമാകും മനുഷ്യജീവിതങ്ങൾക്ക്. ദൈവസ്നേഹത്തിൽ നിന്ന് അതിൽ നിന്ന് ഉതുകുന്ന പരസ്നേഹത്തിൻ്റെയും അത് സംഭവിക്കേണ്ടതാണ്. അങ്ങനെ ആ ദൈവസ്നേഹം നമ്മളിൽ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഉത്ഭൂതമാകുന്ന പരസ്നേഹത്തിൽ നിന്നും സംഭവിക്കേണ്ടതാണ് എല്ലാ സൽക്കർമ്മങ്ങളും. അതാണ് അതിൻ്റേതായ വ്യക്തിത്വം, അല്ലെങ്കിൽ അതാണ് അതിൻ്റേതായ റിയാലിറ്റി. അങ്ങനെയല്ലാത്തവ പലർക്കും ഉപകാരങ്ങൾക്ക് ഹേതുവാകുന്നുണ്ടെങ്കിലും ദൈവത്തിനു മുമ്പിൽ മഹത്വത്തിന് നിദാനമാകണമെന്നുമില്ല. ഉദാഹരണത്തിന് സമറിയാക്കാർ എത്രയോ മോശക്കാരല്ലെന്ന് യഹൂദർ അറിയട്ടെ എന്ന വിചാരത്തോടു കൂടിയാണ് ഉപമയിലെ സമറിയാക്കാരൻ മുറിവേറ്റ മനുഷ്യനെ സഹായിച്ചതെങ്കിൽ അയാളുടെ ഉദ്ദേശശുദ്ധിയിൽ പിഴവുണ്ട്. കാഴ്ചകൾ അയാളെ നല്ല സമറിയാക്കാരൻ എന്ന് വിശേഷിപ്പിച്ചേക്കാം, എന്നാൽ ഹൃദയങ്ങൾ പരിശോധിക്കുന്ന ദൈവം അയാളുടെ ഉള്ള് അറിയുന്നു. നല്ലവരെന്നും ആത്മീയ വ്യക്തികളെന്നും അറിയപ്പെടുന്ന പലരും ഇത്തരത്തിൽ പരിശോധിച്ചാൽ അറിയാതെ തന്നെ നാലാമത്തെ പ്രലോഭകൻ്റെ വശീകരണം നാലാമത്തെ പ്രലോഭകൻ്റെ വശീകരണ വലയത്തിലാണ് നമുക്ക് ബോധ്യപ്പെടാൻ സാധിക്കും. അതുകൊണ്ട് വളരെ ജാഗ്രതയോടെയും ദൈവകൃപയുടെ വെളിച്ചത്തിലൂടെയും വേണം ഈ പ്രലോഭനത്തെ നമുക്ക് നേരിടാനായിട്ട്. പ്രിയമുള്ളവരെ, നമ്മൾ ചെയ്യുന്ന നന്മയുടേതായ പ്രവർത്തനങ്ങൾ, നന്മയുടേതായ മറ്റുള്ള കാര്യങ്ങൾ എല്ലാം നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടൊരു ചെറിയ ആഗ്രഹം അതിൽ ഉണ്ടെങ്കിൽ ഈ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കൊന്നും യാതൊരു വിലയുമില്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഇനി ഇടത്ത ഭാഗത്തിനാ നിൽക്ക്, നിനക്കിപ്പോഴും ഞാൻ വലത്ത് ഭാഗത്തേക്ക് നിന്നെ വിളിക്കുകയില്ല, കാരണം നീ ചെയ്തതെല്ലാം നിനക്ക് വേണ്ടിയായിരുന്നു. അപ്പോൾ വലിയ തിരിച്ചറിവ് നമുക്ക് ലഭിക്കട്ടെ. കർത്താവിൻ്റെ വചനത്തിൽ കൂടിയിട്ട് നമ്മൾ മുന്നോട്ട് പോകട്ടെ. ആ വചനത്തിൻ്റെ സ്പിരിറ്റ് നമ്മളെ നയിക്കട്ടെ. പരിശുദ്ധാത്മാവ് വന്ന് നിറയട്ടെ. ആത്മീയ അഭിഷേകത്താൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവട്ടെ. നമുക്ക് ജ്ഞാനം നൽകപ്പെടട്ടെ. അതല്ലാതെ ഈ ലോകത്തിലെ കാര്യങ്ങളൊന്നും മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ അസാധ്യമാണ്. അക്കാഡമിക് ക്വാളിഫിക്കേഷൻസ് ഒന്നുമല്ല ജീവിതത്തിൻ്റെ ഫൗണ്ടേഷൻ, അല്ലെങ്കിൽ എൻ്റെ അടിത്തറ. നമുക്ക് ഒരു അക്കാഡമിക് ക്വാളിഫിക്കേഷൻ ഇല്ലെങ്കിലും ഒരുപാട് ഡിഗ്രികളും മറ്റുള്ള കാര്യങ്ങളും നമുക്ക് സ്വന്തമാക്കാൻ സാധിച്ചില്ലെങ്കിലും ദൈവം തരുന്ന ആ ജ്ഞാനത്തിന് ഉപരിയായിട്ട് മറ്റൊന്നും തന്നെയില്ല. അത് പിന്നെ ഭൗതിക തലത്തിൽ പലതും നമ്മൾക്കുണ്ടെങ്കിൽ നമ്മുടെ വയറ്റുപിഴപ്പാണ്. അത് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല ആത്മീയ ആളുകൾ നമ്മുടെ മറ്റുള്ള ഈ ആസ്ട്രോളജി അതൊക്കെ അവരുടെ ജീവിത മാർഗങ്ങളാണ്. പക്ഷേ അത് ചെയ്തോട്ടെ, നമ്മൾ അതിൽ ചെന്ന് കെണിയായിട്ട് നമ്മൾ ട്രാപ്പ് എല്ലാവിടെയും ഉണ്ട്. ഈ ട്രാപ്പ് എല്ലാവിടെയും ഇരിപ്പുണ്ട്. ട്രാപ്പ് ഏത് മേഖലയിലും പലതരം രീതിയിലുള്ള ട്രാപ്പുകളുണ്ട്. ഈ ട്രാപ്പിൽ ചെന്ന് കാല് വെച്ച് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ
എന്താ പറയുക, നമ്മുടേതായ ആവശ്യം. അതിന് നമുക്ക് നമ്മുടെ ആന്തരികമായ ആ കണ്ണിൽ കൂടി കാണാൻ സാധിക്കുമുള്ളൂ. ആന്തരികമായ കണ്ണിൽ കൂടി മാത്രമേ നമുക്കിതെല്ലാം കാണാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഒളിഞ്ഞിരിക്കുന്ന ട്രാപ്പുകളിൽ ചെന്ന് നമ്മൾ പെടും. പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. പ്രിയമുള്ളവരെ, ഈ ഭൗതിക ജീവിതം ഏതാനും വർഷങ്ങളായിട്ട് ലഭിക്കുന്നത് ദൈവത്തിന് വേണ്ടിയിട്ടുള്ളതാകട്ടെ. അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കുക, അതിനുവേണ്ടി പ്രാർത്ഥിക്കുക, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നമ്മുടെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, സഭാ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, സഭയിൽ ലീഡ് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി. അവരൊക്കെ മനുഷ്യർ തന്നെയാണ്. ഇപ്പോൾ വൈദികനായാലും മെത്രാനായാലും ആർച്ച് ബിഷപ്പായാലും മാർപ്പാപ്പയായാലും കർദിനാൾ ആരൊക്കെ ആയാലും മറ്റുള്ള സഭകളുടെ നേതൃത്വമായാലും ഇവരൊക്കെ മനുഷ്യരാണ്. മാനസികമായ ബലഹീനതകളൊക്കെ എല്ലാവർക്കും ഉണ്ടായിരിക്കും. അപ്പോൾ അതിൽ നിന്നിട്ട് വിടുതൽ ലഭിക്കുന്നതിനും ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നതിനും നമ്മുടെ പ്രാർത്ഥന അത്യന്താപേക്ഷിതമാണ്. നമ്മൾക്ക് വേണ്ടിയിട്ടും ഈ ലോകത്തിനും വേണ്ടിയിട്ടും മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കുക എന്ന് മാത്രമാണ് പറയുന്നത്. നമ്മുടെ പ്രാർത്ഥനയുണ്ട്. ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന ആളെന്ന് പറഞ്ഞ് ഈ കൊന്ത വഴിക്കൂടെ ഇങ്ങനെ ഉരുട്ടി കൊണ്ടു നടന്നത് മുട്ടും മറ്റുള്ളവരെ ഷോ കാണിക്കാനുള്ളതല്ല സാധനം. അവിടെയും ഈ നാലാമത്തെ പ്രലോഭനം അവിടെ വർക്കൗട്ടാവും. നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ പിതാവ് മാത്രം അറിഞ്ഞാൽ മതി. നിങ്ങൾ വാതിൽ അടച്ച് വന്ന് പിതാവിനായിട്ട് സംസാരിക്കുക. അതാണ് കർത്താവ് പറയുന്നത്. നമ്മൾ ആരെയും ഒന്നും അറിയിക്കേണ്ട കാര്യമില്ല. നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ ഈ ലോകത്തിൽ നമ്മൾ പരമാവധി ചെയ്യുക. പറയാൻ പറ്റുന്ന കാര്യങ്ങൾ ഈ ലോകത്തിൽ പരമാവധി പറയുക. നമ്മുടെ പറച്ചിൽ കൊണ്ടും നമ്മുടെ പ്രവൃത്തിയിൽ കൊണ്ടും ഒരാത്മാവിനെങ്കിലും ദൈവത്തിൻ്റെ മേഖലയിലേക്ക് ദൈവത്തിലേക്ക് നൽകാനായിട്ട് നമുക്ക് സാധിച്ചാൽ നമ്മുടെ ജീവിതം ധന്യമായി തീരും. പ്രിയമുള്ളവരെ, ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ബോധ്യങ്ങൾ, ശരിയുടെ ബോധ്യങ്ങൾ, ആ ബോധ്യങ്ങൾ ലഭിക്കണമെങ്കിൽ നമ്മൾ അതേപോലെ ആയിരിക്കണം. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമുക്ക് എന്തെങ്കിലും ലഭിക്കണമെങ്കിൽ, നമുക്കൊരു നിറവ് ലഭിക്കണമെങ്കിൽ നമ്മളിലുള്ള ഹൃദയത്തിൽ നമ്മുടെ കുമിഞ്ഞു കൂടിയിരിക്കുന്ന കാര്യങ്ങൾ എടുത്തു കളഞ്ഞിട്ട് കാലിപ്പാത്രം വയ്ക്കുമ്പോൾ മാത്രമാണ് അതിൽ പുതിയതായി ഒഴിക്കാൻ സാധിക്കുകയുള്ളൂ. ആൾറെഡി നിറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും ചിന്തകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ നിറഞ്ഞിരിക്കുന്ന സ്ഥലത്ത് വീണ്ടും എന്തെങ്കിലും തരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധിക്കത്തില്ല. സോ നമ്മളെന്ത് ചെയ്യണം? നമ്മൾ തന്നെ ശൂന്യവൽക്കരിക്കണം. നമ്മളായിരിക്കുന്ന പാത്രങ്ങളെല്ലാം ശൂന്യവൽക്കരിക്കണം. എവിടെയെല്ലാം നമ്മൾ അനാവശ്യമായ ഈഗോ മറ്റുള്ള കാര്യങ്ങളെല്ലാം വെച്ച് പുലർത്തുന്നുണ്ടോ അതെല്ലാം ശൂന്യവൽക്കരിക്കണം. എന്നാൽ മാത്രമേ ദൈവത്തിന് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. പ്രിയമുള്ളവരെ, നമ്മുടെ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വിട്ടുകൊടുക്കാം നമ്മുടെ ഓരോ ജീവിതത്തെയും. നമുക്കറിയുന്നില്ല, നമ്മുടെ ജീവിതം പറയുന്നില്ല എത്ര നീളുമെന്ന് നമുക്ക് ആർക്കും അറിയത്തില്ല. ദൈവം തന്നൊരു ജീവിതം ഏതാനും വർഷങ്ങൾ. അപ്പോൾ ആ ദൈവം നൽകുന്ന ജീവിതം അത് ദൈവത്തിന് വേണ്ടിയിട്ട് തന്നെ സമർപ്പിച്ച് കൊടുത്തുകൊണ്ട് ദൈവത്തിൻ്റെ വചനങ്ങൾക്കനുസൃതമായിട്ട് ജീവിക്കാൻ നാം മുന്നോട്ട് പോകും. ഏതെങ്കിലും വ്യക്തിയുടെയുള്ള നമ്മൾ ഒരു വ്യക്തി കാണിക്കുമ്പോൾ ഒരു വ്യക്തി നമ്മൾ നയിക്കുകയാണെങ്കിൽ ആ വ്യക്തി നയിക്കുന്നത് ക്രിസ്തുവിലേക്കാണെങ്കിൽ നമ്മൾ നോക്കേണ്ടത് ക്രിസ്തുവിലേക്കാണ്, വ്യക്തിയിലേക്കല്ല. വ്യക്തികൾ മാറിക്കൊണ്ടിരിക്കും, പക്ഷെ ക്രിസ്തു മാറുന്നില്ല. അതുകൊണ്ട് ഇവിടെ പലപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആ വ്യക്തിയെ പർവ്വതീകരിക്കുകയും ക്രിസ്തുവിനെ താഴേക്ക് ഇറക്കി കൊണ്ടുവരികയും ചെയ്യുന്നൊരവസ്ഥയാണ് അറിഞ്ഞോ അറിയാതെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കേണ്ടത് ആകാശത്തിലേക്കല്ല, നമുക്ക് നോക്കേണ്ടത് ദൈവത്തിലേക്കാണ്. നമ്മൾ കാണിച്ചു തരുന്നവനിലേക്ക് നോക്കാതെ നമ്മൾ കാണാനുള്ളവനിലേക്ക് നോക്കുക. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കാരണം ഈശോയെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്ക് പ്രലോഭനങ്ങൾ തരുമ്പോൾ ആ പ്രലോഭനങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അത് പ്രലോഭനം തന്നെയാണെന്ന് മനസ്സിലാക്കിയുകൊണ്ട് ആ പ്രലോഭനത്തിന് അകന്നു പോകാനായിട്ട് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. നിൻ്റെ വചനത്തിൻ്റെ വലിയ സ്വാധീന വലയത്തിലാൽ ഞങ്ങളെ ഓരോരുത്തരും അനുഗ്രഹിക്കണമേ. വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ആത്മശക്തിയും ജ്ഞാനവും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. പ്രത്യേകിച്ച് വചനം കേൾക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി.